നെക്സ്റ്റ് ടോപ്പിക്, അത് ഞാൻ എക്സാമ്പിളിൽ കൂടി തന്നെ പറയാം. രണ്ട് ലിക്വിഡ്, ഹണി ആൻഡ് വാട്ടർ. ഈ രണ്ട് ലിക്വിഡുകളെ നമ്മൾ ഒരു സ്ലോപ്പിംഗ് സർഫസിലെടുത്തു, ചെരിഞ്ഞ ഒരു പ്രതലത്തിലെടുത്തു. ഞാനിവിടെ ഒരു വെള്ളം ഒഴിച്ചു, ഇവിടെ ഞാൻ തേൻ ഒഴിച്ചു. അപ്പോൾ രണ്ട് ലിക്വിഡാണ്, രണ്ടും ഒഴുകും അല്ലെ. ലിക്വിഡ് ഫ്ലൂയിഡ്സ് ആണ്, അവർക്ക് ഒഴുകാനുള്ള കഴിവുണ്ട് അല്ലെ. അപ്പോൾ രണ്ടും ഒഴുകും, താഴോട്ട് ഒഴുകും. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടും ഒഴുകും, പക്ഷെ രണ്ടും ഒരുപോലെ ഒഴുകില്ല. ഇത് വാട്ടറാണ്, വാട്ടർ നല്ല സ്പീഡിൽ ഒഴുകും, ഹണി മെല്ലെ ഒഴുകത്തുള്ളൂ. എന്തേ? രണ്ടും ലിക്വിഡ്സ് ആണ്, രണ്ടിനും ഫ്ലോ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ ഫ്ലോ ചെയ്യുന്നത് ഒരേ സ്പീഡിലല്ല അല്ലെ. അപ്പൊ ഇതിൽ ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ സ്പീഡിൽ മൂവ് ചെയ്യുന്നു, ഹണി മെല്ലെ മൂവ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒഴുക്കിൽ ആ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം എന്തേ? അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിലിമിനറി ആയിട്ട് അറിയേണ്ടതുണ്ട്. ഒരു സർഫസിലേക്ക് കൂടിയിട്ട് ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ, നന്നായി ശ്രദ്ധിക്കണേ, ഒരു സർഫസിലേക്ക് കൂടിയിട്ട് ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആക്ച്വലി ലെയേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അടുക്കുകളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരു ലെയർ, ഒരു പാളി, അതിൻ്റെ മുകളിൽ വേറൊരു പാളി, അതിൻ്റെ മുകളിൽ വേറൊരു പാളി, പാളികളായിട്ടാണ്, ലേയേഴ്സ് ആയിട്ടാണ് ലിക്വിഡ് ആക്ച്വലി മൂവ് ചെയ്യുക. മെല്ലെ മൂവ് ചെയ്യുമ്പോഴേ, നല്ല കുത്തൊഴുക്കാണെങ്കിൽ അങ്ങനെയല്ല. ഓക്കെ, അത് ഞാൻ ചിത്രം വരച്ചിട്ടാണ്, ശ്രദ്ധിച്ചോ. സോ വെൻ എ ലിക്വിഡ് മൂവ് our surface, actually it move as layers. Okay, one layer over another. അങ്ങനെ ഒരു എന്താ പറയാ, ലിക്വിഡിന്റെ ഒരു ഫ്ലോ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത് ഒരു ലിക്വിഡ് ലെയർ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ദെൻ അതിന്റെ താഴെയുള്ള ഒരു ലെയർ ആണ് ഇത്. അതിന് താഴെയുള്ള ഒരു ലെയർ ആണ് ഇത്. ഒരു ലെയറിന്റെ മുകളിൽ അടുത്ത ലെയർ, അതിന്റെ മുകളിൽ അടുത്ത ലെയർ, ഇങ്ങനെ ലെയറുകളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. മുകളിൽ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ ടച്ച് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലാതെ ഒന്ന് കഴിഞ്ഞു അതിന്റെ അടുത്ത് സ്പേസ് പിന്നെ ഒരു ലെയർ, അങ്ങനെയല്ല. ഒരു ലെയർ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് അടുത്ത ലെയർ, അതിനെ ടച്ച് ചെയ്തുകൊണ്ട് അടുത്ത ലെയർ. ഏതുപോലെ ബുക്കിലുള്ള എന്താ പറയാ, ഒരു ബുക്കിലുള്ള പേജുകൾ പോലെ അങ്ങനെയാണ് ലെയറുകളായിട്ട് അടുക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നിന്നാണ് ഇത് ഒഴുകുന്നുണ്ട്. പക്ഷെ ഒഴുകുമ്പോൾ നേരെ നോക്കണം, ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ മോശമല്ല. ഒരു സർഫസിന് മുകളിലെ കൂടിയിട്ട് വേറൊരു വസ്തു തെന്നി നീങ്ങുമ്പോൾ, ഒഴുക്ക് എന്ന് പറയുന്നത് ഒരു തരം തെന്നി നീങ്ങല. തെന്നി നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ആ രണ്ട് സർഫസുകൾക്കിടയിൽ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാകും, ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഈ ലെയറിന്റെ മുകളിൽ അടുത്ത ലെയറിനെ തെന്നി നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലെയറിന്റെ മുകളിൽ ഈ ലെയർ തെന്നി നീങ്ങുമ്പോൾ ഇതിന്റെ മുകളിൽ ഇത് തെന്നി നീങ്ങുന്നത്, ഇത് താഴെ, അതിന്റെ മുകളിൽ ഈ ലെയർ തെന്നി നീങ്ങുമ്പോൾ ഏതാണ് മൂവ് ചെയ്യുന്നത്? ഇത് മൂവ് ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞു, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മോഷനെതിരായിട്ട് ഈ സർഫസ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. സാധാരണ നമ്മൾ നോക്കുന്ന, ഞാനൊരു സർഫസിലെ കൂടി ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ സർഫസ് എന്ത് ചെയ്യും? എന്റെ മോഷനെതിരായിട്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അതേപോലെ താഴത്തെ ലെയറിന് മുകളിൽ അടുത്ത ലെയർ ഇങ്ങനെ പോകുമ്പോൾ താഴത്തെ ലെയറിൽ ആ മുകളിലുള്ള ലെയറിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊരു ഫോഴ്സ്. അതേപോലെ ഇതിന്റെ മുകളിൽ ഇത് തെന്നി നീങ്ങുമ്പോൾ ഈ സർഫസ് ഇതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, അതിന് ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് അറിയാവുക, താഴെയുള്ള ലെയർ തെന്നി നീങ്ങുന്നത് വേറെ ലെയറിന്റെ മുകളിലല്ല. അപ്പൊ അതിന്റെ മുകളിൽ
ഫോഴ്സ് കുറവായിരിക്കും. വേറെ ലിക്വിഡ് ലെയറിന്റെ മുകളിലല്ലാതാണ്, അതിന്റെ താഴെ വേറെ സർഫസ് ഉണ്ടാവും. ഇത് വേറെ ലിക്വിഡ് ലെയറിന്റെ മുകളിലല്ല തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഈ ലെയറിന്റെ മുകളിൽ വേറെ ലിക്വിഡ് ലെയർ എന്ത് ചെയ്യുന്നില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫർ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയും. അങ്ങനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ, ഇതിനേക്കാൾ സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുക. അപ്പൊ താഴെയുള്ള ലെയറിന് സ്പീഡ് കൂടുതലാണ്, അതിനേക്കാൾ കുറവാണ് അടുത്തതിന്, അതിനേക്കാൾ കുറവാണ് അടുത്തതിന്. അപ്പൊ മുകളിലേക്ക് പോകുന്തോറും ആ വെലോസിറ്റി ലിക്വിഡ് ലെയേഴ്സിന്റെ വെലോസിറ്റിയിൽ ഒരു വ്യത്യാസം വരും. എല്ലാ ലെയേഴ്സും ഒരേ സ്പീഡിലല്ല മൂവ് ചെയ്യുന്നത്. താഴെയുള്ള ലെയർ നല്ല സ്പീഡ് ഉണ്ടാവും, അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്പീഡ് കുറയും, അതിന്റെ മുകളിൽ സ്പീഡ് കുറയും. That means there is a regular gradation. Gradation means decrement. There is a regular, കൃത്യമായിട്ടുള്ളൊരു ഗ്രഡേഷൻ ഉണ്ടാവും എന്തില്, ലിക്വിഡ് ലെയേഴ്സിന്റെ വെലോസിറ്റിയിൽ. And such a flow is called, കേൾക്കണേ, such a flow is called a laminar flow. എന്താണ് ലാമിനാർ ഫ്ലോ? നമ്മൾ ഫിസിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ലാമിനാർ ഫ്ലോ. So what is laminar flow? ലിക്വിഡ് ലെയേഴ്സ്, ലിക്വിഡ് ഒരു സർഫസിലേക്ക് കൂടി ഒഴുകുന്നത് ലേയേഴ്സ് ആയിട്ടാണ്. അങ്ങനെ ലേയേഴ്സ് ആയിട്ട് ഒഴുകുമ്പോൾ അഡ്ജസന്റ് ലിക്വിഡ് ലെയേഴ്സുകൾ തമ്മിൽ വെലോസിറ്റിയിൽ റെഗുലർ ആയിട്ടുള്ള ഗ്രഡേഷൻ ഉണ്ടാവും. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റിയിൽ ഗ്രാജുവലായിട്ടുള്ള ഡിക്രിമെന്റ്. ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുമ്പോൾ എത്ര കുറഞ്ഞു അത്ര തന്നെ ഇവിടെ കുറയും, അത്ര തന്നെ ഇങ്ങോട്ട് ഇവിടെ കുറയും. അങ്ങനെ റെഗുലർ ആയിട്ടുള്ള ഒരു ഗ്രഡേഷൻ ഉണ്ടാകും. അങ്ങനെ വെലോസിറ്റിയിലെ റെഗുലർ ആയിട്ടുള്ള ഗ്രഡേഷനോട് കൂടിയിട്ട് ലിക്വിഡ് ലെയേഴ്സ് മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോ. അതെപ്പോഴും അങ്ങനെ സംഭവിക്കില്ല, ചില വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ ടർബുലന്റ് ഫ്ലോ എന്നൊക്കെ വിളിക്കും. ഇത് പഠിക്കും നമ്മൾ. ഓക്കെ, അപ്പൊ എന്താണ് ലാമിനാർ ഫ്ലോ എന്ന് ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ലാമിനാർ ഫ്ലോ സംഭവിക്കുമ്പോൾ ലിക്വിഡ് ലെയേഴ്സുകൾക്കിടയിൽ ഫ്ലോക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കണ്ട. ലിക്വിഡ് ലെയേഴ്സുകൾക്കിടയിൽ ലിക്വിഡ് ലെയറിന്റെ ഫ്ലോക്ക് എതിരായിട്ടൊരു റെസിസ്റ്റൻസ്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒരു ഇന്റേണൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യപ്പെടുന്നു. ഈ ഇന്റേണൽ ഫ്രിക്ഷൻ, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് വേറൊരു സർഫസും ലിക്വിഡ് സർഫസും തമ്മിലല്ല, ലിക്വിഡിന്റെ ലെയറുകൾ തമ്മിൽ ലിക്വിഡിന്റെ തന്നെ ഉള്ളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒരു ഇന്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതെന്താ ചെയ്യുന്നത്, ഒരു ലെയറിനെ മറ്റൊരു ലെയറിൽ നിന്നുള്ള വെലോസിറ്റി കുറച്ച് കളയുന്നു. ദാറ്റ് മീൻസ് മൊത്തത്തിൽ ലിക്വിഡിന്റെ സ്പീഡ് കുറക്കുന്നു. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ്. അത് എല്ലാ ലിക്വിഡിലും ഇങ്ങനെ ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ടാകും. വിസ്കസ് ഫോഴ്സ് ഉളവാക്കാനുള്ള, വിസ്കസ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലിക്വിഡ്സിന്റെ എബിലിറ്റി എന്ന് പറയുന്ന പേരാണ് വിസ്കോസിറ്റി. സോ our next discussion topic is viscosity. Viscosity. അപ്പൊ എന്താണ് വിസ്കോസിറ്റി എന്ന് പറയാം? The ability of liquid to produce viscous force between the liquid layers. And what is viscous force? It is the internal friction between the liquid layers. Internal friction between the liquid layers. Or it is the resistance of fluid towards the flow of liquid. Okay അല്ലേ? അപ്പോൾ ഇത് പിന്നെ എല്ലാ ലിക്വിഡ്സിനും വിസ്കോസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, വിസ്കസ് ഫോഴ്സ് എല്ലാത്തിലും ഉണ്ട്. അതിൽ എല്ലാവർക്കും ഒരുപോലെയല്ല. ഇവിടെ തേനും അതേപോലെ വെള്ളവും കമ്പയർ ചെയ്യുമ്പോൾ ഹണിക്ക് വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൂടുതലാണ്, വിസ്കോസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി കൂടുതലാണ്, അവിടെ വിസ്കസ് ഫോഴ്സ് കൂടുതലാണ്. അതേസമയം ഇത് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തിൽ വിസ്കസ് ഫോഴ്സ് കുറവാണ്. അപ്പൊ രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ നേരെ കേൾക്കണേ, രണ്ട് ലിക്വിഡ് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ആർക്കാണോ വിസ്കസ് ഫോഴ്സ് കൂടുതൽ അതിനെ പറയുന്ന പേരാണ് വിസ്കസ് ലിക്വിഡ്. ആർക്കാണോ കുറവ് അതിനെ പറയുന്ന പേരാണ് മൊബൈൽ ലിക്വിഡ്. മൊബൈൽ ലിക്വിഡ്. അപ്പോൾ ഹണിയും അതേപോലെ വെള്ളവും കമ്പയർ ചെയ്യുമ്പോൾ ഹണി മൊബൈൽ അല്ല, അത് വിസ്കസ് ആണ്. വെള്ളം എന്താണ്, മൊബൈൽ ലിക്വിഡാണ്. അപ്പൊ അത് എപ്പോഴും അങ്ങനെ ആണെന്നില്ല, ഇത് ഏതെല്ലാം രണ്ടെണ്ണം കമ്പയർ ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ എന്താണ് വിസ്കോസിറ്റി എന്ന് ക്ലിയർ ആയി. വിസ്കോസിറ്റി ഒരു പ്രോപ്പർട്ടിയാണ്. വിസ്കസ് ഫോഴ്സ് ആണ് അതിന്റെ അടുക്കുള്ള ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സിന് പറഞ്ഞ പേര് വിസ്കോസിറ്റി എന്നല്ല, ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ പേര് വിസ്കസ് ഫോഴ്സ് എന്നാണ്.
വിസ്കസ് ഫോഴ്സ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഓർ എബിലിറ്റിയാണ് വിസ്കോസിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ ലാമിനാർ ഫ്ലോയിലാണ് അത് സാധാരണ കാണുന്നത്. ലിക്വിഡ് ലെയേഴ്സ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഈ വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് വേണം. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഇവിടെ വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? അത് ഇങ്ങോട്ടാണ്. ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്, ലിക്വിഡ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ വിസ്കസ് ഫോഴ്സ് അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ വിസ്കസ് ഫോഴ്സ് ഉണ്ട്, രണ്ട് ലിക്വിഡ് ലെയറുകൾക്കിടെ വിസ്കസ് ഫോഴ്സ് ഉണ്ട്. ആ വിസ്കസ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? രണ്ട് ലെയറുകൾ തമ്മിൽ വെലോസിറ്റിയിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനേക്കാൾ സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുക, അല്ല ഇതിനേക്കാൾ കുറഞ്ഞ സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുക, അതിനേക്കാൾ കുറഞ്ഞ സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുക. അപ്പൊ രണ്ട് ലെയറുകൾ തമ്മിൽ, രണ്ട് ലെയറുകൾ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ലെയറുകൾ എപ്പോഴും വെലോസിറ്റിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകും. ആ വെലോസിറ്റി ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സ് ആണ് ആക്ച്വലി വിസ്കസ് ഫോഴ്സ്. ശരിയല്ലേ? വിസ്കസ് ഫോഴ്സ് ഇല്ലായിരുന്നു എങ്കിൽ, ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നു എങ്കിൽ എല്ലാ ലിക്വിഡ് ലെയേഴ്സും ഒരേപോലെ മൂവ് ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ മൂവ് ചെയ്യുന്നില്ലല്ലോ. അവർക്കിടയിൽ ഒരു വെലോസിറ്റി ഡിഫറൻസ് ഇല്ലേ, സ്പീഡിൽ വ്യത്യാസമില്ലേ? ആ വ്യത്യാസം ഉണ്ടാക്കിയത് ഈ ഫോഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് വിസ്കസ് ഫോഴ്സിന് എന്ത് പറയാം? ഇറ്റ് ഈസ് ദി ഫോഴ്സ് വിച്ച് മെയിൻറ്റെയിൻ ദി വെലോസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലിക്വിഡ് ലെയേഴ്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഈ വിസ്കസ് ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ, ഒരു ഇക്വേഷൻ കണ്ടെത്തണം. എക്സ്പ്രഷൻ ഫോർ വിസ്കസ് ഫോഴ്സ്. Expression for viscous force. എങ്ങനെയാണ് നോക്കാം. അതിനാൽ ലാമിനാർ ഫ്ലോ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ലാമിനാർ ഫ്ലോയില് ഓരോ ലെയറിന്റെയും ഏരിയ എ, അതായത് ഒരു ലെയർ, ഇതാണ് ഒരു ലിക്വിഡ് ലെയർ എന്ന് വിചാരിക്കാം. ഈ ലെയറിന്റെ സർഫസ് ഏരിയ എ, അത് മറ്റൊരു ലെയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന, ഇത് വേറൊരു ലെയറാണ്, ഈ ലെയറും കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയയാണ് എ. ഒരു ലെയർ മറ്റൊരു ലെയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഈ ഏരിയയാണ് എ. ഓക്കെ, അപ്പൊ എ ഈസ് ആക്ച്വലി ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. Area of contact. ഇനി ഞാൻ ഈ നടുവിലുള്ള ലിക്വിഡ് ലെയർ ഉണ്ടല്ലോ, ഈ നടുക്കുള്ള ലിക്വിഡ് ലെയർ, അതിന്റെ വെലോസിറ്റി v എന്ന് എടുക്കുന്നു. അപ്പൊ അതിനേക്കാൾ ലേശം കൂടുതലായിരിക്കും താഴെ, അതിനെ ഞാൻ v പ്ലസ് dv എന്ന് എടുക്കുന്നു. അപ്പൊ ഇതിനേക്കാൾ dv കുറവാണ് ഇവിടെ, അതിനേക്കാൾ dv കുറവായിരിക്കും തൊട്ടപ്പുറത്തെ v മൈനസ് dv. ഇത് v പ്ലസ് dv, dv കുറവാണ് ഇവിടെ, അതിനേക്കാൾ dv കുറവാണ് ഇവിടെ. കാരണം ഗ്രാജുവലായിട്ട് ഗ്രഡേഷൻ വന്നു, ഡിക്രിമെന്റ് വന്നു. ഓക്കെ, അപ്പൊ v എന്ന് പറയുന്നത് നടുക്കുള്ള വെലോസിറ്റി ആണ്, dv എന്താണ്? ഡിഫറൻസ് ഇൻ വെലോസിറ്റി ആണ്. ഓക്കെ, ഒരു ലെയർ മറ്റൊരു ലെയറിൽ നിന്നും വെലോസിറ്റിയിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? അത് dv ആണ്. dv is the difference in velocity. Difference in velocity. അടുത്തത്, ഇനി ഈ രണ്ട് ലെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് ലെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇസ് ദ dx. ഓക്കെ, സോ dx is the distance between two layers. Distance between two layers. Distance between two layers. So A is the area of contact, dv is the difference in velocity, dx is the distance between two layers. Then dv by dx, അപ്പോൾ പുതിയൊരു ക്വാണ്ടിറ്റി പറയാമല്ലോ, dv by dx. dv by dx എന്നാണല്ലോ, dx ഡിസ്റ്റൻസ് മുകളിലേക്ക് പോകുമ്പോൾ ഓരോ dx ഡിസ്റ്റൻസും കവർ ചെയ്യുമ്പോഴും വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് dx. അല്ലെ? അല്ലെങ്കിൽ ഓരോ dx ഡിസ്റ്റൻസ് താഴോട്ട്
താഴോട്ട് വരുമ്പോഴും വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ഇൻക്രിമെന്റ്, താഴോട്ട് വരുമ്പോൾ ഇൻക്രിമെന്റ് ഉണ്ടാവുന്നു, മുകളിലോട്ട് പോകുമ്പോൾ ഡിക്രിമെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ മുകളിലോട്ട് പോകുന്നു. dx ഡിസ്റ്റൻസ്, ഓരോ dx ഡിസ്റ്റൻസ് മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ഗ്രഡേഷൻ, and that quantity is called velocity gradient. എന്താണ് velocity gradient? velocity gradient. ഇതൊന്നുകൂടി let F is the viscous force. എന്താണ് viscous force? എന്താ viscous force എന്ന് വെച്ചാൽ എന്താ? This force maintain the velocity difference, അല്ലേ? maintain the velocity difference. This force actually maintain the velocity difference. Viscous force. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഈ വിസ്കസ് ഫോഴ്സ് എന്നുള്ളത് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. F is directly proportional to the area of contact, and that F is directly proportional to dV by dx. രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ രണ്ട് കാര്യങ്ങളാണ്. ഇനി രണ്ടിലും LHS സെയിം അല്ലേ? സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കമ്പൈൻ ചെയ്യാം. F is proportional to A dV by dx, and F is equal to എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് വരുമല്ലേ? ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് A. ഇത് ഗ്രീക്ക് ലെറ്റർ ഈറ്റ എന്നാണ്. ഈറ്റ into A into dV by dx. This is the equation for viscous force. അപ്പോൾ അതിൽ നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി കണ്ടില്ലേ? ഈറ്റ. നമുക്ക് ആ ഈറ്റ എന്ന് ഡിഫൈൻ ചെയ്താലോ? That eta is called coefficient of viscosity. എന്താണ്? coefficient of viscosity. coefficient of viscosity. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷനിലാണ് എക്സ്പ്രഷൻ ഫോർ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to eta into A dV by dx എന്ന് പറഞ്ഞു. A എന്താണ് നമുക്ക് ഉത്തരം? എന്താണ് A? It is the area of contact between two layers. എന്താ dV by dx? It is the velocity gradient. That means the gradation in velocity as we go dx distance from downward. അല്ലേ? അപ്പോൾ എന്താണ് ഈറ്റ ആ ഇക്വേഷനിൽ? Eta is the coefficient of viscosity എന്ന് പറഞ്ഞാൽ പോലെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തെന്ന് പറയണം. ആക്ച്വലി വാട്ട് ഇസ് ദാറ്റ്? അപ്പോൾ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകാം. എങ്ങനെ നോക്കിക്കോ, ഈ ഇക്വേഷനിൽ എന്താണ് പിന്നെ ഓരോ ലെറ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണ്. സപ്പോസ് ഞാൻ അതിലെ എന്താണ് ഈറ്റ ആ ഇക്വേഷനിൽ? ഈറ്റ എന്താണ്? ഈറ്റ ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. Eta is equal to F by A dx by d. ശരിയല്ലേ? അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, നമുക്ക് ഈക്വേഷൻ നോക്കിക്കോ. ഡൗട്ട് വരാം. If A is equal to 1 meter square, dV എന്ന് വെച്ചാൽ വെലോസിറ്റിയിലുള്ള ചേഞ്ച് അല്ലേ? dV is 1 meter per second and dx is 1 meter. ഇത് ഒന്ന്. Then what is F? F is equal to eta into 1 into 1 by 1, which is eta. So what is eta? Eta is the viscous force itself. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് തന്നെയാണ്. എപ്പോൾ? when A is equal to 1 meter square, dV is equal to 1 meter per second and dx equal to 1 meter. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്തൂടെ? coefficient of viscosity is the force required to maintain the velocity difference. Eta എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് ആണ്. വിസ്കസ് ഫോഴ്സ് എന്താണ്? It is the force required to maintain the velocity difference. So velocity
It is the force required to maintain a velocity difference of എത്ര velocity difference of 1 meter per second. ആർക്കിടയിൽ between two layers എന്താണ് അവരുടെ പ്രത്യേകത? separated by a distance of 1 meter and area of contact of 1 meter per second, 1 meter square. 1 മീറ്ററിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട കേൾക്കണേ, 1 മീറ്ററിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ കോണ്ടാക്ട് ഉള്ള രണ്ട് ലിക്വിഡ് ലെയറുകൾ തമ്മിൽ 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഫോഴ്സ് എത്രയാണോ ആ ഫോഴ്സ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഒന്നുകൂടി, 1 മീറ്ററിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട 1 മീറ്റർ സ്ക്വയർ ഏരിയൽ കോണ്ടാക്ട് ഉള്ള രണ്ട് ലിക്വിഡ് ലെയറുകൾ തമ്മിൽ 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് ഓഫ് ഈറ്റ ഇമ്പോർട്ടൻ്റ് ആണത്. ഈറ്റയുടെ യൂണിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാണ്, എന്താണ് ലാമിനാർ ഫ്ലോ, എന്താണ് വിസ്കോസിറ്റി, എന്താണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞതിന് ശേഷം വിസ്കസ് ഫോഴ്സിലുള്ള എക്സ്പ്രഷൻ എഴുതി. അതിൽ നമുക്ക് കിട്ടിയ ഒരു കോൺസ്റ്റന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്റ് ഓഫ് ഈറ്റ. അതിന് ഈറ്റക്കുള്ള എക്സ്പ്രഷൻ എഴുതി. ഈറ്റ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ a dv by dx. അല്ലേ? അപ്പോ ഈറ്റയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എഫിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. എന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. ശരിയല്ലേ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് ആദ്യം CGS സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാം, എന്നിട്ടായിട്ട് അതിനെ SI സിസ്റ്റത്തിലേക്ക് മാറ്റാം. ഓക്കെ, ആദ്യം CGS സിസ്റ്റത്തിൽ പിന്നെ SI സിസ്റ്റത്തിൽ. അതാണ് ഈസി. ഇൻ CGS സിസ്റ്റം എന്താണ്? CGS സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് ഡൈൻ അല്ലെ? ഡൈൻ. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ. വെലോസിറ്റി സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് സെന്റിമീറ്റർ. സോ സെന്റിമീറ്റർ ക്യാൻസൽഡ്. ബാക്കി എന്താ വളരെ ഉള്ളത്? ഡൈൻ സെന്റിമീറ്റർ റൈസ് ടു -2 സെക്കൻഡ് അല്ലെ? ആൻഡ് ദിസ് ഈസ് കോൾഡ്, ഇത് ഡൈൻ സെന്റിമീറ്റർ റൈസ് ടു -2 സെക്കൻഡിന് പറയുന്ന പേരാണ് പോയ്സ്. ഓക്കെ, ഇതേ പിന്നെ അപ്പൊ പോയ്സ് എന്ന് പറഞ്ഞ എന്തിനാണ്? പോയ്സ് എന്ന് പറഞ്ഞ ഡൈൻ സെന്റിമീറ്റർ റൈസ് ടു -2 സെക്കൻഡിനെയാണ് പോയ്സ് എന്ന് പറയുന്നത്. ഇനി ഇതേ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. പോയ്സ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞില്ലേ? പോയ്സ് വേറൊന്നിനും കൂടി ഈക്വൽ ആണ്. അതെന്താണെന്ന് നോക്കോ, എഫ് എന്നുള്ളത് മാസിന്റെ ആക്സിലറേഷൻ അല്ലേ, ഡിവൈഡഡ് ബൈ എ ഇൻറ്റു dv ബൈ dx. അപ്പൊ ഇതേ CGS സിസ്റ്റത്തിന്റെ യൂണിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ മാസിന്റെ യൂണിറ്റ് ഗ്രാം, ആക്സിലറേഷന്റെ യൂണിറ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. SI സിസ്റ്റത്തിൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. CGS സിസ്റ്റത്തിൽ സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ divided by centimeter square, divided unit centimeter per second divided by centimeter. Centimeter cancelled, ഒരു സെന്റിമീറ്റർ അവിടെ ക്യാൻസൽ ആയി. അപ്പൊ ബാക്കി എന്താണത്? ഗ്രാം സെന്റിമീറ്റർ റൈസ് ടു -1, അത് മുകളിൽ പോകുമ്പോൾ സെക്കൻഡ് റൈസ് ടു -1. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഓൾസോ കോൾഡ് പോയ്സ്. ഇത് പോയ്സ് തന്നെയാണ്. അപ്പൊ പോയ്സ് എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ ഡൈൻ സെന്റിമീറ്റർ റൈസ് ടു -2 സെക്കൻഡ്, അല്ലെങ്കിൽ ഗ്രാം സെന്റിമീറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. അപ്പൊ രണ്ട് പോയ്സ് തന്നെയാണ്. ഇനി
ഈ പോയിസിനെ നമുക്ക് അല്ലെങ്കിൽ ഈറ്റയുടെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ പറയാം. അത് ഡയറക്റ്റ് പറയുന്നതാണ്. ഇതിനെ ഡയറക്റ്റ് SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഇൻ SI സിസ്റ്റം, SI സിസ്റ്റത്തിലെ ഡൈൻ എന്താ? ഡൈൻ ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. അല്ലെങ്കിലോ ഗ്രാം എന്തായി? കിലോഗ്രാം. കിലോഗ്രാം മീറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. ഇതാണ് SI സിസ്റ്റത്തിലെ യൂണിറ്റ്. ഇതിനെ വേണമെങ്കിൽ വേറെ രീതിയിൽ എഴുതാം. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്താ? പാസ്കൽ. സോ പാസ്കൽ സെക്കൻഡ്, പാസ്കൽ സെക്കൻഡ് അതും SI സിസ്റ്റത്തിൽ ഈ യൂണിറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ യൂണിറ്റ് പഠിച്ചു. ഇനി എത്ര പാസ്കൽ സെക്കൻഡ് ആണ് പോയിസ്, അല്ലെങ്കിൽ എത്ര പോയിസ് ആണ് ഒരു പാസ്കൽ സെക്കൻഡ്? അത് ഈസി ആണോ? ഒരു പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. ഇനി കിലോഗ്രാം, 1 കിലോഗ്രാം എത്ര ഗ്രാം? 1000 അല്ലെ? 1000 ഗ്രാം മീറ്റർ റൈസ് ടു -1 സെന്റിമീറ്റർ റൈസ് ടു -1 മാറ്റുമ്പോൾ 10 റൈസ് ടു -2 മീറ്റർ സെന്റിമീറ്റർ റൈസ് ടു -1 സെക്കൻഡ് അതല്ലേ? അപ്പൊ ഇതെന്തായി? 1000/100 10 ഗ്രാം സെന്റിമീറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. പക്ഷെ ഇതെന്താണ്? അത് പോയിസ് ആണ്. That means 1 Pascal second is equal to 10 poise. 1 Pascal second is equal to 10 poise. അപ്പോൾ ആ കൺവേർഷൻ ക്ലിയർ ആണല്ലോ മക്കളെ. അടുത്തത് ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കൂടി പറഞ്ഞിട്ട് ചെറിയ 2 കാര്യങ്ങൾ, അത്രയും ഒരുപാടൊന്നുമില്ല. ഈ പഴയ ബിൽഡിങ്ങുകളുടെ, പഴയ ഓൾഡ് ബിൽഡിങ്ങുകളുടെ വിൻഡോ പാന്, ഗ്ലാസ് വിൻഡോ പാന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ താഴ്ഭാഗം നല്ല കട്ടിയുണ്ടാവും. താഴെ നല്ല കട്ടിയുണ്ടാവും, മുകളിൽ കുറച്ച് തിന്നായിട്ട്, താഴേക്ക് പോകുമ്പോൾ തിക്കായിക്കൊണ്ട് വരും. പഴയ ബിൽഡിംഗ് ആണ്. സോ ഓൾഡ് ബിൽഡിങ്സിന്റെ വിൻഡോ പാൻസ് എന്തുകൊണ്ട് താഴെ തിക്കാവുന്നു, മുകളിൽ തിന്നാവുന്നു? ഐ മീൻ തിക്നെസ് താഴോട്ട് കൂടി കൊണ്ടുവരും. കാരണം ആ വിൻഡോ പാൻ ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ് ആക്ച്വലി ശരിക്കുള്ള സോളിഡ് അല്ല. അത് ശരിക്കുള്ള സോളിഡ് അല്ല. ശരിക്കുള്ള സോളിഡിലും മാറ്ററെല്ലാം ഫേമായിട്ട്, അതിലെ ആറ്റങ്ങളെല്ലാം ഫേമായിട്ട് എന്താവും? ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അതേസമയം ഗ്ലാസ് പോലുള്ള ചില വസ്തുക്കളിൽ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിടവുണ്ടാവും, നല്ല ക്ലോസ് പാക്കിംഗ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സോളിഡ്സിന് പറയുന്ന വേറൊരു പേരാണ് അമോർഫസ് സോളിഡ്സ്. സോ ഗ്ലാസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അമോർഫസ്, ശരിക്കും അല്ലാത്തത്, സ്യൂഡോ എന്നാണ് അതിന്റെ മീനിങ്. സ്യൂഡോ സോളിഡ്, അമോർഫസ് സോളിഡ്, കപട സോളിഡ്. ഓക്കെ, അത് ആക്ച്വലി ഇല്ലേ നല്ലോണം തണുപ്പിച്ചൊരു ലിക്വിഡ് ആണെന്ന് പറയാം. സൂപ്പർ കൂൾഡ് ലിക്വിഡാണ് ഗ്ലാസ്. ആ ഗ്ലാസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആവുന്ന ഗ്ലാസ്സിന്, ലിക്വിഡ് ആണല്ലോ, ലിക്വിഡ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഫ്ലോ ചെയ്യുക എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും, ഒഴുകുക എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും. പക്ഷേ ഈ ഗ്ലാസ് ഒഴുകും, പക്ഷെ മെല്ലെ ഒഴുകത്തുള്ളൂ. മെല്ലെ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ആണ് ഗ്ലാസ്. വിസ്കോസിറ്റി ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഒഴുകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കും? ഒരുപാട് കാലം ഇങ്ങനെ വെക്കുന്ന സമയത്ത് മെല്ലെ 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 താഴോട്ട് ഒഴുകിക്കൊണ്ട് വരും. അങ്ങനെ അവസാനം താഴെ തിക്കാവും, മുകളിൽ തിന്നാവും. സോ ഈ വിൻഡോ പാനിൻ്റെ, പഴയ ഓൾഡ് ബിൽഡിങ്സിൻ്റെ വിൻഡോ പാനിൻ്റെ താഴ്ഭാഗം തിക്കാവാനുള്ള കാരണം അതുണ്ടാക്കിയിട്ടുള്ള ഗ്ലാസിൻ്റെ വിസ്കോസിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഐ മീൻ അതൊരു ലിക്വിഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ലിക്വിഡ് ആയതുകൊണ്ടാണ് താഴെ തിക്കായിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് കാലം എടുത്തത് എന്തുകൊണ്ടാണ്? ഓൾഡ് ബിൽഡിങ്സിൽ മാത്രം കാണുന്നത് എന്തുകൊണ്ടാണ്? അത് ഹൈലി വിസ്കസ് ആയതുകൊണ്ടാണ്. ക്ലിയറാണല്ലോ, സംശയമില്ലല്ലോ. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ? ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ വിസ്കോസിറ്റി.
ഒന്നുമില്ല, സിമ്പിൾ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. എന്ത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലോ കൂടും, റെസിസ്റ്റൻസ് കുറയും. ലിക്വിഡ് ലെയറുകൾ തമ്മിലുള്ള ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ലിക്വിഡ്സ് സ്പീഡിൽ ഒഴുകാൻ തുടങ്ങും, വിസ്കോസിറ്റി കുറയുന്നു, വിസ്കസ് ഫോഴ്സ് കുറയുന്നു. ക്ലിയർ ആണല്ലോ? ഇവിടത്തേക്ക് വിസ്കോസിറ്റി കഴിഞ്ഞു. ഓക്കെ, ഓക്കെ.